ഇറാൻ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച UK, അമേരിക്കയും യുദ്ധം പശ്ചിമേഷ്യൻ മേഖലയിൽ മാത്രം ആയിരിക്കില്ല പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇറാനിയൻ ഇന്റലിജൻസ് മന്ത്രാലയം ഹിബ്രു ഭാഷയിൽ ഒരു ഭീഷണി പുറപ്പെടുവിച്ചു. ഇസ്രായേൽ ഇറാൻ എതിരെ തിരിച്ച അടിക്ക് വരും ദിവസം സംഘർഷം വർദ്ധിച്ചു വരുമെന്നും യൂറോപ്യൻ രാജ്യങ്ങളിലും ആശങ്ക. അരീപ്പറമ്പ് ചോലപ്പള്ളിയിൽ പുത്തൻപുരയിൽ KV ഫിലിപ്പോസ് 84 വയസ്സ് നിര്യാതനായി. സംസ്കാരം ഒക്ടോബർ 2 ചൊവ്വാഴ്ച 3 മണിക്ക് അരീപ്പറമ്പ് സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തി. മണർകാട് തിരുവഞ്ചൂർ ചെറുത്തുരുത്തിയിൽ CX തങ്കച്ചൻ നിര്യാതനായി. സംസ്കാരം ഒക്ടോബർ 4 വെള്ളിയാഴ്ച 11 തിരുവഞ്ചൂർ സെന്റ് പീറ്റേഴ്സ് പോൾ മലങ്കര കത്തോലിക്ക പള്ളിയിലെ സെമിത്തേരിയിൽ. പത്തനംതിട്ട തുമ്പമൺ 1968 വിമാനാപകടത്തിൽ കാണാതായ ഇലന്തൂർ സ്വദേശിയായ സൈനികന്റെ ഭൗതിക ശരീരം 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തി. ഇലന്തൂർ ഭഗവതിക്കുന്ന് ഓടാലിയിൽ വീട്ടിൽ OM തോമസിന്റെ മകൻ തോമസ് ചെറിയാനാണ് 1968 ഇന്ത്യൻ നേവിയുടെ പൈലറ്റ് വിമാന അപകടത്തിൽപ്പെട്ട് കാണാതായത്. കഴിഞ്ഞ ദിവസം പർവ്വതാരോഹണ സംഘമാണ് വിമാനവും ബോഡിയും കണ്ടെടുത്തത്. തുടർന്ന് നേവിയുടെ അന്വേഷണത്തിൽ ബോഡി തിരിച്ചറിയാൻ സാധിച്ചു. ഭദ്രാസനത്തിലെ ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് ചർച്ച് ഇടവകാംഗമാണ് തോമസ് ചെറിയാൻ. അന്ന് ഇദ്ദേഹത്തിന് 22 വയസ്സായിരുന്നു. അവിവാഹിതനായിരുന്നു തോമസ് വർഗീസ്, മേരി വർഗീസ്, പരേതനായ തോമസ് മാത്യു എന്നിവർ ആണ് സഹോദരങ്ങൾ. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ഇന്ന് രാവിലെ സൈനിക ഹെലികോപ്റ്റർ തകർന്ന് കൊല്ലം കുണ്ടറ സ്വദേശി ഗിരീഷ് കുമാർ മരണപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 ഉദ്യോഗസ്ഥർ കൂടെ മരണപ്പെട്ടു. മൃതദേഹങ്ങൾ പൂനെയിലെ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നടപടികൾ പൂർത്തിയാക്കി ബന്ധപ്പെട്ടവർക്ക് വിട്ടുനൽകും. കോട്ടയം തെള്ളകം സ്വദേശി UKയിൽ മരണപ്പെട്ടു. ബ്രിസ്റ്റോൾ മലയാളി സതീഷിന്റെ പൊതുദർശനം ശനിയാഴ്ച രാവിലെ നടത്തും. സംസ്കാരം 9-ന്. 2.5 പതിറ്റാണ്ടോളം ബ്രിസ്റ്റോളിൽ നിറസാന്നിധ്യമായിരുന്ന തെള്ളകം സ്വദേശിക്ക് അന്ത്യയാത്ര ചൊല്ലാൻ സുഹൃത്തുക്കളും അസോസിയേഷനും. പാമ്പാടി ചക്കാലക്കൽ കുടുംബാംഗം വാലയിൽ CV ചാക്കോ 81 വയസ്സ് നിര്യാതനായി. സംസ്കാരം പിന്നീട് ഇന്ത്യൻ നേവി, സൗദി അരാക്കോ എന്നിവിടങ്ങളിലെ മുൻ ഉദ്യോഗസ്ഥൻ ആയിരുന്നു. ഭാര്യ മോളി ചാക്കോ വാഴൂർ മള്ളിയിൽ കുടുംബാംഗമാണ്. മക്കൾ കൃപ, റൂബിൻ.